ഇന്നലെ രാത്രി 8 മണിയോടെയാണ് പൂളക്കുന്ന ഉന്നതിക്ക് സമീപത്ത് വെച്ച് അറുമുഖനെ കാട്ടാന കൊലപ്പെടുത്തിയത്. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനും അതിന് സാധിച്ചില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. എളമ്പിലേരി ചെമ്പ്ര മേഖലകളിലെ ശല്യക്കാരായ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് ആദ്യഘട്ടത്തിൽ വനം വകുപ്പ് നടത്തുക. ഇതിനായി 2 കുങ്കിയാനകളെയാണ് ദൗത്യത്തിൽ പങ്കെടുപ്പിക്കുക. മുത്തങ്ങ ആനപ്പന്തിയിലെ ഉണ്ണികൃഷ്ണൻ, വിക്രം എന്നീ കുങ്കിയാനകളാണ് കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യത്തിൽ പങ്കാളികളാവുക. അതീവ ദുർഘടമായ ഭൂപ്രദേശമായതിനാൽ കാട്ടാനകളെ കാട് കയറ്റാനുള്ള ദൗത്യം ദുഷ്കരമാകും. സ്റ്റാഫിനെ ഉപയോഗിച്ചും കുങ്കിയാന ഉപയോഗിച്ചും ഉള്ള ഡ്രൈവിംഗ് ഈ ആനകളെ ഈ മേഖലയിൽ നിന്നും പരമാവധി ദൂരത്തേക്ക് ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്. വയനാട്ടിലെ മറ്റ് 2 സ്ഥലങ്ങളിൽ വീടിനും നിർത്തിയിട്ട കാറിനും നേരെ ഇന്നലെ രാത്രി കാട്ടാനയുടെ ആക്രമണമുണ്ടായി. തോൽപ്പെട്ടി ചെക്ക് പോസ്റ്റിന് സമീപം റോഡരികിലായി നിർത്തിയിട്ടിരുന്ന സജീർ എന്നയാളുടെ കാർ കാട്ടാന തകർത്തു. ബത്തേരിക്കടുത്ത് വള്ളുവാടിയിൽ മലയക്കുളങ്ങര ബെന്നിയുടെ വീടിന് നേരെയും കാട്ടാനയുടെ ആക്രമണമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, വയനാട്.